ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമ്പിളി എഴുതിയിരിക്കുന്ന മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അമ്പിളി, വയസ്സ് 36. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ 39 വയസ്സ്. ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റി പറഞ്ഞാൽ വെറും സാധാരണ കുടുംബം. അമ്മ അതീവ സുന്ദരിയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സാമാന്യം സുന്ദരികളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ കഴുകന്മാരെ പോലെ ആണുങ്ങൾ വട്ടമിട്ട് പറന്നു. അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിയുടെ കല്യാണം കഴിയുമ്പോൾ ചേച്ചിക്ക് 22 വയസ്സ്, എനിക്ക് 23 വയസ്സിലാണ് വിവാഹം നടന്നത്. ആഗ്രഹിച്ച ഭർത്താക്കന്മാരെയാണോ കിട്ടിയത് എന്ന് ചോദിച്ചാലൊന്നും അറിയില്ല മാഡം. കാര്യം അന്ന് അമ്മ പറഞ്ഞു നല്ലതാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ മനസ്സങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് പ്രണയം, മറ്റു ബന്ധങ്ങൾ, മറ്റു കുത്സിതങ്ങൾ ഇതിലൊന്നും പോകാത്ത പ്രായമായിരുന്നു അന്ന്. കിട്ടിയ ജീവിതം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്കും കുട്ടികളുണ്ടാകാൻ വലിയ പ്രശ്നമായിരുന്നു. ചേച്ചിയുടെ ഫാമിലിയിലാണ് അത് ഏറ്റവും വലിയ പ്രശ്നം. ചേട്ടന് ചേച്ചിയെ ഇഷ്ടമായിരുന്നെങ്കിലും അവസാനം ചേച്ചിക്ക് കുട്ടികളുണ്ടാകില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ദാമ്പത്യ ബന്ധം എപ്പോഴും വഴക്കും വാക്കാണോ ഒക്കെയായിരുന്നു മാഡം. അങ്ങനെ 5 വർഷത്തിന് മുമ്പ് ചേച്ചിയെ അയാൾ ഉപേക്ഷിച്ചു. ചേച്ചി വീട്ടിൽ വന്ന് നിപ്പായി. അമ്മയും ചേച്ചിയും അവിടെ. എൻ്റെ വിവാഹത്തിനും ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് കുട്ടിയായി കഴിഞ്ഞപ്പോഴാണ് അത് മാറിയത്. കാര്യം കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഭാഗ്യത്തിന് ഒരു കുട്ടി ഉണ്ടായി. പിന്നീട് രണ്ടാമത് ട്രൈ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാകുകയുമില്ല. എങ്കിലും ഒരു കുട്ടിയുള്ളത് കൊണ്ട് ദാമ്പത്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അമ്മായിമ്മയ്ക്കായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ പുള്ളിക്കാരി കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അതോടുകൂടി ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമായി. പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഭർത്താവ് ഒരു ബിസിനസ് ചെയ്യുകയാണ്. വേറൊരു ബിസിനസ് പങ്കാളിയുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും തിരക്കാണ്. വരുമ്പോൾ നല്ല സ്നേഹമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു സാധാരണ ജീവിതം. ചേച്ചി അന്നും ഇന്നും എന്നേക്കാളൊക്കെ ഒത്തിരി സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗർവ് പുള്ളിക്കാരിക്കുണ്ട്. പുള്ളിക്കാരുടെ ഭർത്താവ് നല്ല സുന്ദരനായിരുന്നു. വഴക്കടിച്ച് പിരിഞ്ഞെങ്കിലും ഭർത്താവ് സുന്ദരനാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇട്ട് കുത്താറുണ്ട്. നിന്റെ ഭർത്താവ് സത്യം പറഞ്ഞാൽ നിനക്ക് ചേർന്നവനല്ല, നല്ലൊരു സുന്ദരനാണെന്ന് വേണ്ടത്. ഇവനിപ്പോൾ ആവറേജ്. നോക്ക്, എന്നെ കെട്ടാൻ വന്ന ഭർത്താവ് എന്ത് സുന്ദരനായിരുന്നു. അങ്ങേര് പോയെങ്കിലും അങ്ങേരുടെ സൗന്ദര്യം അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും എന്നൊക്കെ പറയും. പിരിഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും ഞാനിവിടെ പോകുമ്പോൾ എന്നെ ഇതേപോലെ ഓരോന്ന് പറയും. അപ്പം അമ്മ പറയും, ആ കൊള്ളാം, നല്ല സുന്ദരനായിട്ട് നീ ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നു. സുന്ദരൻ്റെ സ്വഭാവ ഗുണമാണല്ലോ എല്ലാത്തിനും കാരണം എന്ന് പറയും. അപ്പോൾ ചേച്ചി പറയും, എന്തായാലും എന്നെ കിട്ടാൻ ഇനിയും സുന്ദരന്മാർ തയ്യാറാണ്. പക്ഷേ കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് ഞാൻ ആ റിസ്കിന് പോകുന്നില്ല എന്ന് പറയും. ആ അമ്മ പറയും, ശരിയാ, ക്യൂ നിൽക്കുക, കെട്ടാനൊന്നുമല്ല മറ്റു പല കാര്യങ്ങൾക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ സൈഡ് പിടിക്കും. അതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുകയാണ്. ജോലിക്ക് പോകില്ല. കാര്യം വിവാഹമോചനം സെറ്റിലായി കഴിഞ്ഞപ്പോഴേക്കും അയാളെ കുറച്ച് പണം കൊടുത്തിരുന്നു. അത് ബാങ്കിലിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തായാലും 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ നടന്നാൽ പോരാ, ചേച്ചി എന്തെങ്കിലും ജോലിക്ക് പോകണമെന്നും. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഓ എനിക്കിങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് അതിൽ ഇറിറ്റേഷനുണ്ട്. എങ്കിലും സ്വന്തം ചിലവ് അവൾ നോക്കിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും പറയാനും പറ്റുന്നില്ല. അമ്മയാണെങ്കിൽ ഇപ്പോഴും ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്നുമുണ്ട്. എൻ്റെ ഭർത്താവിന് എൻ്റെ ചേച്ചിയുടെ സൗന്ദര്യത്തിൽ വലിയ മതിപ്പാണ്. എൻ്റെ ചേച്ചിയെ കാണുമ്പോൾ നല്ല ഇളക്കമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഭാഗ്യവശാൽ എൻ്റെ ചേച്ചിയൊന്നും അയാളെ തിരഞ്ഞെടുക്കില്ല. അതുകൊണ്ട് എനിക്കൊരു മനസ്സമാധാനമുണ്ട്. പൊതുവെ അങ്ങർക്ക് ചേച്ചിയെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ചേച്ചിക്കും തിരിച്ചിഷ്ടമാണെങ്കിൽ അവിടെ കാര്യങ്ങൾ കുളമാകുമല്ലോ. പക്ഷെ ചേച്ചിക്ക് എൻ്റെ ഭർത്താവിന് പുച്ഛമാണ്. അതിൽ നല്ല ദുഃഖം എൻ്റെ ഭർത്താവിനുണ്ട്. ചേച്ചി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയും. അത് സൗന്ദര്യത്തിൻ്റെ പേരിലാണെന്ന് പുള്ളിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം പുള്ളിക്കാരുടെ വർത്തമാനം ഒത്തിരി വട്ടം എൻ്റെ ഭർത്താവ് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഭർത്താവിന് നല്ല വൈക്ലഭ്യമുണ്ട്. ഉർവശി ശാപം ഉപകാരം എന്നുള്ളത് കൊണ്ട് ഞാനും അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞ് ചൊറിഞ്ഞു പൊണ്ണാക്കാൻ പോയിട്ടില്ല. 1 വർഷത്തിന് മുമ്പ് അമ്മയ്ക്ക് വയ്യാതായി. ആ സമയത്ത് ചേച്ചിനോട് പറഞ്ഞു, ആ ഇനിയിപ്പോൾ ഞാൻ എന്തിനും ജോലിക്ക് പോകണോടി, ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനാണെന്നല്ലേ പറയുന്നത്, ഒത്തിരി പേരെ അറിയാമല്ലോ, അവനോട് പറ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ, വലിയ കഷ്ടപ്പാടുള്ള ജോലിയൊന്നും ആകരുത് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, അയ്യോ നിൻ്റെ ചേച്ചി അങ്ങനെയൊക്കെ പറയുമോ, ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചേച്ചിക്ക് എന്ത് ജോലിയാണ് വേണ്ടതെന്ന് നീ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ല സെയിൽസിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയോ എന്തെങ്കിലുമൊക്കെ നോക്ക്, പുള്ളിക്കാരി BCom ആണല്ലോ എന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ജോബ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു.
അതിന് ചേച്ചി പോയി അവിടെ ചേരുകയും ചെയ്തു മാഡം. എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ് പങ്കാളിയായ രാജേഷ് ഏട്ടനുണ്ടേ. പുള്ളി കാണാൻ സൂപ്പർ ഒരു വ്യക്തിയാണ്. എനിക്ക് പോലും ചിലപ്പോൾ പുള്ളിയോട് താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയെ ഒത്തിരി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ ഈ സ്വഭാവങ്ങളൊന്നുമില്ല. എൻ്റെ ഭർത്താവ് കാണാൻ അത്ര മിടുക്കൊന്നുമല്ലെങ്കിലും പെണ്ണുങ്ങളോട് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ വഴക്കൊക്കെ പറഞ്ഞ് അടക്കി നിർത്തിയിരിക്കുകയാണ്. എന്തായാലും രാജേഷേട്ടൻ അങ്ങനെയല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പുള്ളി അങ്ങനെ ആർക്കും ഈസിയായിട്ട് കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ല എന്നെനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥാപനം രാജേഷേട്ടൻ്റെ വീടിനടുത്താണ്. അതുകൊണ്ട് രാജേഷേട്ടൻ ഇടയ്ക്ക് ചേച്ചിയുടെ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി അവിടെ കയറും മാഡം. 45 ദിവസം കഴിഞ്ഞില്ല, അതിനു മുമ്പേ വലിയ പ്രശ്നമുണ്ടായി. കാര്യം, ഒരു ലോഡ്ജിൽ നിന്ന് രാജേഷേട്ടനും ചേച്ചിയും കൂടെ ഇറങ്ങി വരുന്നത് അവിടുത്തെ ചേച്ചിയുടെ, അതായത് രാജേഷേട്ടൻ്റെ ഭാര്യയുടെ ഒരു ബന്ധു കണ്ടു. അവർ പോയി വീട്ടിൽ പറഞ്ഞു. അവിടെ വലിയ പ്രശ്നം. ആ ചേച്ചി കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനെ വിളിച്ചു. എൻ്റെ ഭർത്താവിനത് വിശ്വസിക്കാൻ പറ്റില്ല. രാജേഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഭർത്താവ് പറഞ്ഞു. പക്ഷേ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണ് മാഡം. ടൗണിൽ ഒഴിഞ്ഞ കോണിക്കുള്ള ഒരു ലോഡ്ജിലാണ് രണ്ടുപേരും കൂടെ പോയത്. അതായത് 1.5 മാസത്തിനുള്ളിൽ തന്നെ സുന്ദരനായ രാജേഷേട്ടനെ എൻ്റെ ചേച്ചി വളച്ചെടുത്തു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് വേറെ കല്യാണം വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അന്നൊന്നും എത്ര ഫ്രീ ആയി നടക്കുന്ന ആണുങ്ങളുണ്ടായിരുന്നു. അവരെയൊന്നും വേണ്ടാതെ ഇപ്പോൾ ജോലിക്ക് പോയപ്പോൾ ഇങ്ങനെ കുടുംബമുള്ള ഒരാളെ ചേച്ചി തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? എത്രയോ ആണുങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നു, അവരെ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മുഴുത്തൊരു തെറിയാണ് പറഞ്ഞത്. എടി, ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഉള്ള ആണുങ്ങളെയാണ് എനിക്കിഷ്ടം. ഉണക്കച്ചെമ്മീൻ പോലിരിക്കുന്ന നിന്റെ ഭർത്താവിനെയും കൊണ്ട് നിനക്ക് തൃപ്തി കാണും. എനിക്ക് രാജേഷിനെ കണ്ടപ്പോൾ തോന്നി ഇത് കിട്ടിയേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ ആ ബന്ധത്തിലേക്ക് പോയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടത് അവനിലുണ്ടെന്ന്. ഇഷ്ടം തോന്നി. അത് കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അവൻ്റെ കാര്യത്തിലായപ്പോൾ എനിക്കത്ര ഉത്സാഹിക്കേണ്ടിയൊന്നും വന്നില്ല. അല്ലാതെ തന്നെ അവൻ എന്നോട് ഇഷ്ടം വന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ വട്ടമൊക്കമോ നോക്കിക്കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് ഇനിയിപ്പോൾ അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമേ വരില്ല. അവൻ വന്നെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടപടിയാകൂ മോളെ. പിന്നെ അവന് ഭാര്യയുണ്ടോ മക്കളുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കേണ്ട കാര്യമുണ്ടോ? എനിക്കതിൻ്റെ കാര്യമില്ല. കിട്ടാനുള്ളത് കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ കുടുംബം തകർക്കണമെന്നോ അവൻ്റെ ശമ്പളം എനിക്ക് തരണമെന്നോ അവൻ്റെ ഭാര്യയും കുട്ടികളെ നോക്കരുതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ചേച്ചിയേക്കാൾ മൂത്ത ആളല്ലേ, ചേട്ടാന്ന് വിളിച്ചുകൂടെ? ആ, ചേട്ടാന്നൊക്കെ ആരും വിളിക്കും. ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രമേ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ, അല്ലാതെ ആരെയും വിളിക്കില്ല. അവൻ എൻ്റെ ഒരു ആരാധകനാണ്. എടി, 10,000 നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് പാലക്കാട്ടൊന്ന് വരും. ഇനിയപ്പോൾ അവൻ എന്നെ വിട്ടിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കുമുണ്ട് മോളെ എൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ ചെയ്യരുത്, ആ സ്ത്രീ വിഷമിക്കും. ആ സ്ത്രീ വിഷമിക്കാൻ ഞാൻ ഒന്ന് പറിച്ചെടുത്തോണ്ട് പോരുന്നില്ലല്ലോ, എല്ലാം അവൾക്കുണ്ട്. അങ്ങേരെ ആഴ്ചയൊരിക്കലോ മറ്റോ എൻ്റെ കൂടെ വരും. എടി, ഞാനിപ്പോൾ ലോഡ്ജിൽ പോയെന്ന് പറയുന്നു. നിൻ്റെ വീട്ടിലോട്ട് വന്നായിരുന്നെങ്കിൽ നീ അവിടെ ഇടം തരുമായിരുന്നു. അമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കുമായിരുന്നു? ഇല്ല, ഞങ്ങൾക്കൊരു സ്ഥലം വേണമായിരുന്നു. ലോഡ്ജ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പോയി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് പേദോഷമുണ്ടായാലും ഭൂകമ്പമുണ്ടായാലും ഒന്നുമില്ല. രാജേഷ് എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു മാഡം. അത് കറക്റ്റായിരുന്നു. അയാളുടെ വീട്ടിലറിഞ്ഞിട്ടും അയാൾക്ക് ഒരു ഭാവഭേദവുമില്ല. ഭാര്യയോട് പറഞ്ഞു, ഞാൻ എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അവൾക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അവളോട് ഇഷ്ടമുണ്ട്. ഇഷ്ടമില്ലാത്തവർക്ക് വീട് വിട്ടു പോകാം. അതേപോലെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ബിസിനസ് വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്നും. അത് ഭർത്താവിന് സമ്മതമല്ല. അതുകൊണ്ട് ഭർത്താവ് വേറൊന്നും ചോദിക്കാൻ പോയില്ല മാഡം. ആ ബന്ധം കണ്ടിന്യൂ ചെയ്തു. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോരെന്നൊക്കെ പറയും. ഞാൻ പറയും, ചേച്ചി പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും ആകട്ടെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിക്കാമെന്ന് പറയും മാഡം. എൻ്റെ ചേച്ചിക്ക് യാതൊരു പ്രശ്നവുമില്ല. വിളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, രാജേഷ് ഇന്നലെ എന്നെയും കൊണ്ട് ഈ ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ അവന് വല്ലാത്തൊരു മൂടായിരുന്നു. ഇന്നലെ അവൻ പറയുവാടി 4 മണിക്കൂർ പോരാന്ന്. അമ്മ തന്നെ വീട്ടിലുള്ളത് കൊണ്ട് 4 മണിക്കൂർ കൊള്ളുന്നു ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കാറില്ല. ഇന്നലെ ഇല്ലേടി, അങ്ങനെയല്ല. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഒത്തിരി രാത്രിയാടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? അമ്മ തനിയല്ലുള്ളവിടെ വയ്യാതിരിക്കുകയല്ലേ? അപ്പോൾ പറഞ്ഞു, അതിനെന്താ, ഞാൻ പാതിരാത്രി അതിന് വന്നില്ലേ, അമ്മയൊന്നും ആരും പിടിച്ചുകൊണ്ടൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു, പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ച് എൻ്റെ ആണിനെ വിട്ടിട്ട് വരാൻ പറ്റുമോടി? ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും എന്നോട് വർണ്ണിക്കരുതെന്ന്? അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരി, ഞാൻ വർണ്ണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എന്നെ ഒരു കാര്യത്തിന് വിളിക്കരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. അത്
കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്തെങ്കിലും കഥകൾ കേൾക്കാം. ഇങ്ങനെയുള്ള വീരശൂര പരാക്രമങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് അസ്വസ്ഥതയാണ്. ഇതിനിടയ്ക്ക് ചേച്ചി പറയും, നിന്റെ ഉണക്കക്കുള്ളി ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്കെല്ലാം ആകുമല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. മാഡം, എൻ്റെ ഭർത്താവും ഞാനുമായിട്ട് യാതൊരു കുഴപ്പമില്ല. എങ്കിലും മറ്റൊരാളെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ചേച്ചിക്ക് എന്തോ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത് ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ലെന്ന് മനസ്സിനെ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും എനിക്കെപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നും. ഇത്രയും സുന്ദരനായ രാജേഷേട്ടനെ കിട്ടിയത് ചേച്ചിക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ്. രാജേഷേട്ടൻ ഇത്രയും നാളായിട്ട് എന്നെയൊന്ന് കൊതിയോട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ചേച്ചിയുടെ സൗന്ദര്യം കൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. ചേച്ചിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു, എനിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാകുന്നുമില്ല എന്നൊക്കെ ഓർക്കും. പിന്നെ ഞാൻ ഓർക്കും, എൻ്റെ ഭർത്താവ് എന്ത് പാവമാണ്, അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കരുത് എന്ന് പറയും. എന്നാലും ചേച്ചിയുടെ വർണ്ണനകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് പിന്നെയും ഇങ്ങനെ പാറിപ്പറക്കും. ചേച്ചി ഒരു കണക്കിന് ഭാഗ്യവതിയാണെന്ന് തോന്നും. ചിലപ്പോൾ ഓർക്കും, ചേച്ചിയുടെ അതേ സ്വഭാവം എനിക്കുണ്ടാകാതിരുന്നത് എന്ത് നന്നായി, അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം എനിക്കുണ്ടെന്ന്. എൻ്റെ ഭർത്താവിനും ഈ കാര്യത്തിൽ ഒത്തിരി ദുഃഖമുണ്ടായിരുന്നു. രാജേഷിൻ്റെ ഫാമിലിയിലുള്ള പ്രശ്നം അത് എൻ്റെ ഭർത്താവിനെ ബാധിച്ചിരുന്നു. കാര്യം ആ ചേച്ചിയുമായിട്ട് എൻ്റെ ഭർത്താവിനും നല്ലൊരു ആത്മബന്ധമുണ്ടല്ലോ, എത്ര വർഷമായതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ പറയും, ചേച്ചിയെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റില്ലെന്ന്. ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, നിൻ്റെ ചേച്ചിക്ക് സൗന്ദര്യമുള്ളവരെ മാത്രമാണ് നോട്ടമെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സൗന്ദര്യമില്ലതായി പോയത് എൻ്റെ കുറ്റമല്ലല്ലോ, നിങ്ങളും കുറച്ച് സൗന്ദര്യമൊക്കെ വരുത്തി ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. ഭർത്താവ് എന്നെ സാന്ത്വനിപ്പിക്കാൻ നോക്കി. പക്ഷേ ഭർത്താവിന് നല്ല അസൂയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാജേഷേട്ടനും എൻ്റെ ചേച്ചിയുമായിട്ടുള്ള ബന്ധം ശരിക്കും അസൂയപ്പെടുത്തുന്നത് എൻ്റെ ഭർത്താവിനെയാണ്. രാജേഷേട്ടന് എന്തോ വലിയൊരു പൊന്നിൻ കൊടുക്ക് കിട്ടി, എൻ്റെ ഭർത്താവിന് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിലെ വിചാരമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നീട് ഞാൻ ഒരു ദിവസം തുറന്നു ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ അങ്ങനെയില്ലേന്ന്. അപ്പോൾ ഭർത്താവ് ഏതോ പാർട്ടി കഴിഞ്ഞ് വന്നതാണ്, വല്ലപ്പോഴും മാത്രമേ മദ്യപിക്കുള്ളൂ മാഡം. ആ സമയത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറയുകയാണ്, അല്ലെങ്കിലും നിൻ്റെ ചേച്ചി ഈ പ്രായത്തിലൊരു സ്വപ്ന സുന്ദരിയാണ്, അവരെ രണ്ടാമത് കല്യാണം കഴിക്കാൻ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ചേട്ടത്തെയും അനിയത്തെയും കൂടെ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞു മാഡം. അന്ന് എനിക്ക് മനസ്സിലായി അങ്ങയുടെ ഉള്ളിലിരിപ്പ്. ശരിക്കും എൻ്റെ ചേച്ചിയോട് അടങ്ങാത്ത ആഗ്രഹവുമായി ജീവിക്കുന്ന ആളാണ് എൻ്റെ ഭർത്താവെന്ന് എനിക്ക് തോന്നി. ബോധം വന്നപ്പോൾ അയാളുമായിട്ട് ഞാനിത് പറഞ്ഞ് കലഹിച്ചു. പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. ചേച്ചി സ്വന്തം ചേച്ചിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കള്ള് കുടിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വന്നു. അന്ന് തൊട്ട് എൻ്റെ മനസ്സിനും അസൂയായിരുന്നു. കാര്യം ഞാൻ ഇത്രയും നാൾ ഓർത്തത് എൻ്റെ ഭർത്താവ് എന്നെ ഒരു ദേവതയായിട്ടാണ് കാണുന്നത്, അങ്ങേർക്ക് വേറെ ആരെയും ഇഷ്ടമല്ലെന്ന്. ചേച്ചി ഇഷ്ടമാണ്, എങ്കിലും ഇത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എനിക്ക് 2ാം സ്ഥാനമോ 10ാം സ്ഥാനമായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ എന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നീട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഞാനും കൂടി ഇരുന്ന് സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് തർക്കവും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഞങ്ങൾ സഹോദരങ്ങളല്ലേ മാഡം, സംസാരിക്കും. ആ സമയത്ത് അറിയാതെ ഭർത്താവ് കുടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു. എന്തായാലും ഈ തവണ അവൻ പിടിക്കപ്പെട്ടു. അവനെ കുടിച്ചിട്ട് നിന്നോട് സംസാരിച്ചതാണ് തെറ്റുപറ്റിപ്പോയത്. നിനക്കൊരു കാര്യം അറിയാമോ, അവൻ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ആ സമയത്തെല്ലാം അവനെ ഞാൻ പരിഗണിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവൻ പറയാറുണ്ട്. ഞാൻ കല്യാണം ഒഴിഞ്ഞു വന്നപ്പോൾ മുതൽ അവൻ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. എത്രയോ വാട്സാപ്പ് മെസ്സേജ്, വോയിസ് റെക്കോർഡ് ഒക്കെയുണ്ട്. എൻ്റെ അനിയത്തിയുടെ ജീവിതം താർക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല അവനെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിടും. എപ്പോൾ വിളിച്ചാലും ഞാൻ അവന് എതിരെ പറയുകയുള്ളൂ. എനിക്കവനെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, എനിക്കും അറിയാം ചേച്ചിക്ക് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ദാമ്പത്യ ജീവിതം നന്നായി നിലനിൽക്കുന്നതെന്നും. അപ്പം ചേച്ചി പറഞ്ഞു, എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ, ഇനി അവൻ എനിക്ക് അയച്ച മെസ്സേജുകൾ കുറച്ചെങ്കിലും നീ കേൾക്ക്, ഇപ്പോൾ ഫോണിലുള്ളതെന്ന്. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, എങ്കിലും ഒരു കൗതുകത്തിന് കേട്ടു മാഡം. പക്ഷേ എൻ്റെ ഭർത്താവ് പറഞ്ഞത് പുറത്ത് പറയാൻ കൊള്ളില്ല. രാജേഷ് സുന്ദരനായിരിക്കാം, പക്ഷേ അവനേക്കാൾ ഡെഡിക്കേറ്റഡായിട്ട് ചേച്ചിക്ക് വേണ്ടി ഞാനെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഇത്രയും നാളായിട്ടും അയാൾ എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അയാൾ പലതും വർണ്ണിച്ച് പറയുകയാണ് മാഡം. എൻ്റെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ
ചേച്ചിയോട് പറഞ്ഞ വാചകങ്ങളിലെ 100-1 കാര്യങ്ങൾ പോലും അയാൾ എന്നോട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. വരണ്ട ദാമ്പത്യ ജീവിതമാണ് ഭർത്താവ് എനിക്ക് സമ്മാനിക്കുന്നതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചേച്ചി ഇപ്പോൾ ചോദിച്ചു, നീ കേട്ടോടിയെന്ന്. ഞാൻ പറഞ്ഞു, ലോകത്ത് ഒരാണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, പക്ഷേ എല്ലാവർക്കും കുറച്ച് കളത്തരമുണ്ട്, അത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ശരിക്കും മറുപടി കൊടുക്കേണ്ടത് നല്ലൊരാളുടെ കൂടെ ഞാനങ്ങ് പോകണം, എങ്കിലേ ഇയാൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതം അയാളുടെ കാൽ കീഴിൽ കിടന്ന് വേസ്റ്റ് ആക്കിയ പോലെയാണ് തോന്നുന്നത്. എന്തിനാണ് ഞാൻ സഹിച്ചു. അവരുടെ കുടുംബത്തിൽ നിന്ന് നല്ലൊരുത്തിനെ കിട്ടിയിരുന്നെങ്കിൽ ചേച്ചി ചെയ്തതുപോലെ ഞാനും കയറി അങ്ങ് പോയേനെ. എനിക്കൊരു പ്രശ്നവുമില്ല, ഇപ്പോൾ ചേച്ചി ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ചേച്ചിയെ അനുകൂലിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞും പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതേടി, ഇങ്ങനെയുള്ളവന്മാരുടെ പ്രതികാരം തന്നെ ചെയ്യണം. എന്തായാലും നീ നോക്ക്, നിനക്ക് പറ്റിയൊരാൾ വരുവാണെങ്കിൽ നീയും നിൻ്റെ കാര്യങ്ങൾ നോക്കണം മോളെ, അവനെ അങ്ങനെ അങ്ങ് വെറുതെ വിടരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ചേച്ചിയോട് പറഞ്ഞു, രാജേഷ് എനിക്ക് ചേർന്നൊരാളായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എടി, ശരിക്കും ഇതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അത്രയ്ക്കൊരു ചേർച്ച തോന്നണം നമുക്ക് എല്ലാം കൊണ്ടും. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫാമിലി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. മാന്യത നോക്കിയിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ആവശ്യങ്ങളുണ്ട് മോളെ. അതുകൊണ്ട് നീ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു വഴിക്ക് കൊണ്ടുപോകും, അതെൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്തായാലും നല്ലൊരു സുന്ദരനല്ലേ കിട്ടിയത്. രാജേഷേട്ടന് എത്രയോ പെണ്ണുങ്ങൾ മോഹിച്ചതാണ്. എൻ്റെ ചില കൂട്ടുകാരികൾ പോലും എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ് പാർട്ണറാണെന്ന് പറഞ്ഞിട്ട് രാജേഷേട്ടൻ സുന്ദരനാണെന്ന് പറഞ്ഞ് ഒത്തിരി കമലുകൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, അവനങ്ങ് സുന്ദരനൊക്കെ ആയിരിക്കാം, ഓക്കെയാണ് താനും എന്ന് വെച്ചിട്ട് അവൻ കിട്ടാക്കനിയൊന്നുമല്ല. അവന് സത്യം പറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ, അങ്ങോട്ട് കയറി പെണ്ണുങ്ങളോട് ഒന്ന് ഇടപഴകാൻ പറ്റില്ല, അതാണ് കുഴപ്പം. പക്ഷേ ഏതെങ്കിലും പെണ്ണ് അവനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വീഴ്വടി. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രേമൊന്നുമല്ലേ? വേറെ ഏതെങ്കിലും പെണ്ണ് വന്ന് വളച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും? അത് അന്നേരമല്ലേ, അന്നേരം ആലോചിക്കാം. എടി, അവൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സുന്ദരന്മാരൊന്നുമില്ലേ? ഇവിടെ 18 വയസ്സുള്ള ചെക്കന്മാർ വരെ കാത്തിരിക്കുന്നു. എല്ലാം എനിക്കറിയാമടി, പിന്നെ ഞാൻ ഒന്നിലങ്ങ് ഒതുക്കുന്നതാ എന്ന് ചേച്ചി പറഞ്ഞു. അല്ലടി, നിനക്ക് രാജേശ്വരൻ എന്ന് പറയുമ്പോഴേക്കും അങ്ങ് തേനൂറുകയാണല്ലോ, എന്തോ ഒലിപ്പീരായത്. നിനക്ക് ശരിക്കും അങ്ങനെയൊരു നോട്ടമുണ്ടായിരുന്നു മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, പണ്ടോട്ടെ ചേട്ടൻ്റെ സൗന്ദര്യം കാണുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുമല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ എന്നെ അങ്ങനെയൊന്നും കരുതിയിട്ടുമില്ല. അതുമാത്രമല്ല, ചേച്ചി പോലെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളല്ലേ ചേട്ടന് ഇഷ്ടം, അല്ലാതെ എന്നെ നോക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയോട് പറഞ്ഞു, മോളെ അങ്ങനെയൊന്നുമില്ല, നീ ട്രൈ ചെയ്താലും അവനെ കിട്ടും, ഒരു പ്രശ്നമുള്ളവനല്ല. ചേച്ചി എന്തായി പറഞ്ഞത്? എടി, നിനക്ക് എന്തെങ്കിലും മോഹങ്ങളുണ്ടോ അവൻ്റെ മേൽ? സത്യം പറയാൻ പറഞ്ഞു. ഞാൻ 10 മിനിറ്റ് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് താല്പര്യമുണ്ടെന്ന്. എങ്കിൽ ചേച്ചി റെഡിയാക്കി തരും, ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് ആ കാര്യത്തിൽ അസൂയയില്ല മോളെ. ചേച്ചിയാണെങ്കിൽ വിശാല മനസ്കയാണ്. മോക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അടുത്ത ദിവസം തന്നെ സെറ്റാക്കാം. നിൻ്റെ ഭർത്താവിനോടുള്ള ഒരു പ്രതികാരവുമാകും. എനിക്ക് പ്രതികാരമൊന്നുമില്ല ചേച്ചി, അറിയാതെ പറഞ്ഞു പോയതാ. എന്തായാലും നിനക്ക് രാജേഷിനെ ഇഷ്ടമാണല്ലോ, ഒരു പ്രശ്നമില്ല മോളെ, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ചേച്ചി പറഞ്ഞിരിക്കേറ്റിയത് കൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ കൂടെ ലോഡ്ജിൽ പോയത്. അവിടെ എന്നെയും രാജേഷേട്ടനെയും തനിച്ചാക്കിയിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോന്നത്. രാജേഷ് എന്നോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനൊരു മോഹമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നെന്നും. ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞപ്പം എനിക്ക് തോന്നിയപ്പം. അങ്ങനെ അപ്പ എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല മോളെ. എന്തായാലും ഞാനങ്ങോട്ട് ഒന്നിനും കയറി കൈ കൊടുക്കുന്ന ആളല്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിടുകയുമില്ല എന്ന് പറഞ്ഞു. ഞാനും ഓർത്തു, കിട്ടിയതൊരവസരം. ചേച്ചി എനിക്ക് ഒത്തിരി കൊള്ളരുതാത്തവളായിട്ട് ആദ്യം തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് രാജേശ്വരനെ അടുത്ത് കാണാനുള്ളൊരു അവസരമാണ്. അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല, കർത്തവ്യമില്ലേ, അതല്ലേ അനുഷ്ഠിക്കേണ്ടത്. അദ്ദേഹം എങ്ങനെയാകുമെന്നോ എവിടെ തുടങ്ങുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കൈവന്ന അവസരം വെറുതെ കളയരുതല്ലോ. അദ്ദേഹം പറഞ്ഞതൊക്കെ അനുസരിക്കാൻ എനിക്ക് ഉത്സാഹമായിരുന്നു. കാര്യം അങ്ങോട്ട് കയറി ഒരാണിനോട് ആവേശം കാണിക്കുക എന്നുള്ളത് എൻ്റെ നിഘണ്ടുവിൽ ഉള്ളതല്ല. എൻ്റെ ഭർത്താവിനോട് എനിക്ക് അങ്ങനെയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. കിട്ടാക്കന് കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് മാഡം വേണ്ടാന്ന് വെക്കുക? സൗന്ദര്യം മാത്രമല്ല, ചേച്ചിയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പിടിച്ചു നിർത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് വ്യത്യാസം തിരിച്ചറിഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു കിളിയാണ്, ഇത് കിളിയല്ല ഒട്ടകപ്പക്ഷിയാണെന്ന് തോന്നുന്നു. എൻ്റെ ആഗ്രഹങ്ങളുടെ സഫലീകരണം അന്നാണ് നടന്നത്. ചേച്ചി പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്കപ്പോഴാണ് മനസ്സിലായത്. ഓരോരുത്തർക്കും പാകമായ ഓരോ കാര്യങ്ങളുണ്ട്. പാകമായെങ്കിൽ മാത്രമേ അതിന് രസമുള്ളൂ. പാകമായ കാര്യങ്ങൾ വിട്ടുപോകരുതേ.
അടർത്തിയെടുക്കരുതേ, മാറ്റിപ്പോകരുതേ എന്നൊക്കെ ആരും ആഗ്രഹിച്ചു പോകില്ലേ? അത് ഞാൻ ആഗ്രഹിച്ചു. ഈ ദിവസം ഒട്ടും തീരരുത്, രാജേഷേട്ടൻ എൻ്റെ അടുത്തൊന്ന് പോകരുത് എന്ന് വിചാരിച്ചു. പിന്നെ ടൈം, അതൊരു കാര്യമാണ്. സ്ത്രീക്ക് വേണ്ടത് ഒത്തിരി ടൈമാണ്. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ അതില്ല. അങ്ങനെയാണ് എൻ്റെ ചേച്ചിയോട് താല്പര്യം പ്രകടിപ്പിച്ച് നടക്കുന്നത്. ചേച്ചി എന്തായാലും എൻ്റെ ഭർത്താവിനെ നോക്കാൻ പോകുന്നില്ല. പക്ഷേ രാജേഷേട്ടനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് ഒത്തിരി വിധേയത്വമായി. അദ്ദേഹം പറഞ്ഞാൽ എന്തും മൂളുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി മാഡം. അങ്ങനെ ചേച്ചിയോടൊപ്പം തന്നെ ഞാനും പദയാത്ര ചെയ്തു. ഇടയ്ക്ക് രാജേഷേട്ടൻ്റെ കൂടെ കറങ്ങാനൊക്കെ ഞാൻ പോകാൻ തുടങ്ങി മാഡം. ഭർത്താവ് അറിയാതെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. വേറൊന്നിനുമല്ല, ചുമ്മാ വിസിറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയും മക്കളും ഒന്നും അവിടെ ഇല്ല. ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചുറ്റിനിരുന്ന് കഴിച്ച് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്നൊക്കെ രാജേഷേട്ടൻ തട്ടിവിട്ടു. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സുഹൃത്തും എന്നോട് ചേർന്നിരുന്നു. ഞാൻ ഇത്തിരി പേടിച്ചു കഴിഞ്ഞപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നമ്മുടെ സുഹൃത്താണ്, നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ലഞ്ച് കഴിക്കുമെന്നൊക്കെ പറഞ്ഞു മാഡം. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എതിർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജേഷേട്ടൻ പറഞ്ഞു, ഇന്ന് ഒരു വട്ടം മാത്രം ഞങ്ങൾ 2 പേരുടെയും കൂടെ നീ നടുക്കൊന്നിരിക്കണം മോളെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സ്നേഹം മൂലമുള്ള അഭ്യർത്ഥന തള്ളിക്കളയാൻ പറ്റിയില്ല മാഡം. അങ്ങനെ അന്ന് രാജേഷേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അയാളും ഉണ്ടായിരുന്നു. 3-4 മണിക്കൂർ പോയതറിഞ്ഞില്ല. എല്ലാ കാര്യത്തിനും രാജേഷേട്ടന് ഗൈഡിങ് ഉണ്ടായിരുന്നു. അതോടുകൂടി അയാളും എന്നിൽ ആധിപത്യം സ്ഥാപിച്ചു. പതുക്കെ പതുക്കെ രാജേഷേട്ടൻ പലരെയും എന്നെ പരിചയപ്പെടുത്തി. എല്ലാ സമയത്തും രാജേഷേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് എന്നെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ ചേച്ചിയോട് രാജേഷേട്ടന് അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി ചേച്ചിയെ ഇത്തിരി പേടിയുമാണ്. ചേച്ചിയോടൊന്നും ഇങ്ങനെ പറയില്ല. എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറയരുതെന്നാണ്. ഒരു ദുർബല നിമിഷത്തിൽ കഴിഞ്ഞ മാസം ഞാൻ ചേച്ചിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വാൺ ചെയ്തു. എടി, അവൻ നിന്നെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണ്. അവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമാണ് നീ അവനെ കയറി പ്രേമിച്ചു. അവൻ പറഞ്ഞതെല്ലാം തലയാട്ടി അനുസരിക്കുകയും ചെയ്തു. അങ്ങനെയാകരുത്, ഒരിക്കലും ആരെയും ആ രീതിയിൽ വിശ്വസിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ രാജേഷേട്ടൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അറിയാതെ പോകാനും ചേച്ചി അറിയാതെ പോകാനും എൻ്റെ മനസ്സ് അങ്ങ് തയ്യാറാകുന്നു മാഡം. ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച 2 കൂടിക്കാഴ്ചകളുണ്ടെന്ന്. എൻ്റെ മനസ്സ് കൈവിട്ടു പോവുകയാണ്. രാജേഷേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമുണ്ടാകില്ല മാഡം. ഈ വിധേയത്വം മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കഥയിൽ എനിക്ക് തോന്നിയത് പ്രായോഗിക ബുദ്ധിയുള്ള നിങ്ങളുടെ ചേച്ചി, നിങ്ങൾക്കാണെങ്കിൽ ആ പ്രായോഗിക ബുദ്ധിയില്ല. അവർക്കറിയാം ഇഷ്ടമുള്ള ആണിനോട് അവർക്ക് നല്ല സ്നേഹമുണ്ട്, ബന്ധവുമുണ്ട്. പക്ഷേ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണമെന്ന് അവർക്കറിയാം. നിങ്ങൾക്ക് പക്ഷേ അങ്ങനെയല്ല, ആരാധനയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അനുസരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞത് പോലെ അയാളുടെ കൂട്ടുകാരുടെ കൂടെയും അയാൾ പറഞ്ഞ ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ കൂടെയും ഒക്കെ നിങ്ങൾ മീറ്റപ്പിന് പോവുകയാണ്. ഒന്ന് ഓർക്കുക, ചേച്ചി അത് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണെന്ന്. അങ്ങനെ ഒരാളുടെ ചൂഷണത്തിന് ആരാധന കൊണ്ട് നിങ്ങൾ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണ്, ഓക്കെ, ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ എന്ന് പറയാം. അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല, അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാം. എങ്കിലും ഇവിടെ ഭർത്താവ് സ്വന്തം ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അയാൾ കുടിക്കുമ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നല്ലൊരു ഭർത്താവാണ്. അയാളെ വഞ്ചിച്ച് പ്രതികാരം തീർക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. എന്നിട്ട് രാജേഷേട്ടനിൽ ആകൃഷ്ടയായിട്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളുടെ ബുദ്ധിക്കാണ് ഇത്തിരി പ്രശ്നം. അതുകൊണ്ട് നിങ്ങളിത് മാറ്റിയെടുത്തേ പറ്റുകയുള്ളൂ. ചേച്ചിയാണെങ്കിൽ ഇത് സാമാട്ടിലേ കാണുകയുള്ളൂ. ചേച്ചിക്ക് അയാളെ പിണക്കാനും താല്പര്യമില്ല, അവർക്കും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളാണ് ഈ കെണിയിൽ വീണു പോയത്. നിങ്ങളുടെ ആ ആരാധനാ മനോഭാവം അയാൾ മുതലെടുക്കുകയാണ്. അതുകൊണ്ട് അയാൾ ഇങ്ങനെ നിങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇത് വളരെ അപകടകരമായുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടു നിൽക്കരുത്. നിങ്ങളെപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ആരുമില്ല. ഉള്ളത് കുബുദ്ധിയുള്ള ചേച്ചി മാത്രമേ ഉള്ളൂ. മറ്റാരും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് തരാനില്ല. നിങ്ങൾ തന്നെ കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്ക് സ്വയം ഇതിനകത്തെ അപകടാവസ്ഥ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ ഈ ബന്ധം ഒന്ന് അനലൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. അതിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പോവുക.